Hello friends, welcome to Resolute Academy. Let's move on to the next video or next part of inequalities. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീക്വാലിറ്റീസ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐദർ ഓർ കേസ് ആണ്. ഐദർ ഓർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ഇനീക്വാലിറ്റീസിനെ സംബന്ധിച്ചോളം. എല്ലാ ക്വസ്റ്റൻസിലും അത് ഓൾമോസ്റ്റ് വരാറുമുണ്ട്. ഓക്കെ, ഐദർ ഓറിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് റിലേഷൻഷിപ്പിന്റെ കേസും ഒന്ന് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിന്റെ കേസും. ഓക്കെ, ഓപ്ഷനിൽ ഐദർ ഓർ വരുമ്പോൾ അത് എപ്പോഴാണ് നമ്മൾ ഐദർ ഓർ ചൂസ് ചെയ്യേണ്ടത് അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ഫസ്റ്റ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിലാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ കൺക്ലൂഷനിൽ ഐദർ ഓർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 കണ്ടീഷൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ. ആ കണ്ടീഷൻസ് ഒന്ന് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബോത്ത് ദ കൺക്ലൂഷൻ ഷുഡ് ബി ഇൻഡിവിജ്വലി റോങ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ബോത്ത് ദ കൺക്ലൂഷൻ തന്നിക്കുന്ന രണ്ട് കൺക്ലൂഷൻ ആണെങ്കിൽ രണ്ടും എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള രണ്ട് കൺക്ലൂഷൻ എന്തായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. രണ്ടാമത്തത് എലിമെന്റ്സ് ഇൻ ബോത്ത് ദ കൺക്ലൂഷൻ ഷുഡ് സെയിം. ആ നമ്മളെ കൺസേൺഡ് രണ്ട് കൺക്ലൂഷനിലുള്ള എലിമെന്റ്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അടുത്ത മൂന്നാമത്തത് സൈൻസ് ഓഫ് ദ കൺക്ലൂഷൻ ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. സൈൻസ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഗ്രേറ്റർ ആയിരിക്കണം, അടുത്ത് ലെസ് ദാൻ ആയിരിക്കണം. പക്ഷേ ഗ്രേറ്ററും ലെസ് ദാൻ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു സംതിങ് ആയിരിക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ, ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി എ ഗ്രേറ്റർ ആണെങ്കിൽ അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ബി എ ലെസ് ദാൻ ആയിരിക്കണം. ഓക്കെ, ഇതാണ് ആക്ച്വലി ഗ്രേറ്റർ ലെസ് ദാൻ ആവുന്നത്. സപ്പോസ് ഞാൻ ഇങ്ങനെ എഴുതി നേരിച്ചോ, ഇങ്ങനെ എഴുതി, ഇത് സിമ്പിൾസ് മാത്രം നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സിമ്പിൾ ആയിട്ട് തോന്നാം. പക്ഷേ ഇത് ആക്ച്വലി ഓപ്പോസിറ്റ് ആണോ? എ ഗ്രേറ്റർ ദൻ ബി ആണ്, ഇവിടെ എ ഗ്രേറ്റർ ദൻ ബി ആണ്. ഇത് ഓപ്പോസിറ്റ് അല്ല. അപ്പോൾ ഇതല്ല വേണ്ടത്. നമുക്ക് എ ഗ്രേറ്റർ ദൻ ബി ആണെങ്കിൽ അടുത്ത് എ ലെസ് ദൻ ബി ആയിരിക്കണം. അപ്പോൾ സിമ്പിൾസ് സൈൻസ് ഓഫ് ദ കൺക്ലൂഷൻ ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വിത്ത് ഓൺലി വൺ ഓഫ് ദം ഹാവിംഗ് ഈക്വൽ ടു അറ്റാച്ച് ടു ഇറ്റ്. അപ്പോൾ ബേസിക്കലി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ഈക്വൽ ടു വരാവൂ. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ആദ്യത്തേൽ എ ഗ്രേറ്റർ ദൻ ഈക്വൽ ടു ബി ആണെങ്കിൽ രണ്ടാമത്തത് എ ലെസ് ദൻ ബി മാത്രമായിരിക്കണം. അതല്ല ആദ്യത്തത് എ ഗ്രേറ്റർ ദൻ ബി ആണെങ്കിൽ രണ്ടാമത്തത് എ ലെസ് ദൻ ഈക്വൽ ടു ബി ആയിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒന്നിൽ മാത്രം എന്താവും, ഈക്വൽ ടു അറ്റാച്ച്ഡ് ആവാവൂ. ഓക്കെ, സോ ഇതാണ് 3 കണ്ടീഷൻസ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിന് ഉള്ളത്. സോ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കൺക്ലൂഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ എക്സ് ടു പി എത്താൻ പറ്റുമെന്ന് നോക്കണം. കാരണം മൗത്ത് എക്സിന്റെ സൈഡിലോട്ടാണ്. എക്സ് ടു പി എത്താൻ പറ്റുമെന്ന് നോക്കണം. സോ എക്സ് ടു വൈ എത്താം, വൈ ടു സെഡ് എത്താം, സെഡ് ടു ഡി എത്താം. പക്ഷേ ഡി ടു പി എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കൺക്ലൂഷൻ എന്തായി, ഫോൾസ് ആയി. അടുത്ത് ഇവിടെ മൗത്ത് എക്സിന്റെ സൈഡിലോട്ടാണ്. എക്സ് ടു പി എത്താൻ പറ്റുമെന്ന് നോക്കണം. എക്സ് ടു പി എത്താൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ഇവിടെയും സെയിം കണ്ടീഷൻ ആണ്. എക്സ് ടു വൈ എത്താൻ പറ്റും, വൈ ടു സെഡ്, സെഡ് ടു ഡി ആൻഡ് ഡി ടു പി. അപ്പോൾ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ബേസിക്കലി രണ്ട് കൺക്ലൂഷൻസ് ഫോൾസ് ആണ്. അപ്പോൾ രണ്ട് കൺക്ലൂഷൻ ഫോൾസ് ആയ സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് ഓൺലി വൺ മാർക്ക് ചെയ്യാൻ പറ്റില്ല, ഓൺലി 2 മാർക്ക് ചെയ്യാൻ പറ്റില്ല, ബോത്ത് 1 and 2 മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കൂടിയുള്ള ഓപ്ഷൻ ഐദർ ഓർ അല്ലെങ്കിൽ നൈദർ നോർ ആണ്. അപ്പോൾ ഞാൻ സിലോയിസം ടോപ്പിക്കിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്ട്ലി നമ്മൾ രണ്ട് കൺക്ലൂഷനും ഫോൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്ട്ലി ഇവിടെ നൈദർ നോർ മാർക്ക് ചെയ്യരുത്. ഓക്കെ, ഇവിടെ ഒരു ഐദർ ഓർ കേസ് വരേണ്ട ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യണം? നമുക്ക് നേരത്തെ ഒരു 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ എക്സ് ടു പി എത്താൻ പറ്റുമോ നോക്കിയപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു. സോ വെൻ യു കാൺട്ട് റീച്ച് ഫ്രം ഒരു പോയിന്റിന് അടുത്ത പോയിന്റ് വരെ എത്താൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത്, വെൻ യു കാൺട്ട് റീച്ച് ഫ്രം വൺ പോയിന്റ് ടു അനദർ, അപ്പോഴാണ് നമ്മൾ എന്ത് പറയണത്, ദാറ്റ്സ് വെൻ വി കോൾ ഇറ്റ് ആസ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിൽ എത്താൻ പറ്റാതെ വരുമ്പോൾ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് അപ്ലൈ ചെയ്യും. കാരണം ഇൻഡയറക്റ്റിനും ഡയറക്റ്റിന്റെയും കണ്ടീഷൻസിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുക. 3 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്, ബോത്ത് ഷുഡ് ബി ഇൻഡിവിജ്വലി റോങ്. ഓക്കെ, ഇൻഡിവിജ്വലി റോങ് ആണല്ലോ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞാൽ, എലിമെന്റ്സ് ഇൻ ബോത്ത് ദ കൺക്ലൂഷൻ ഷുഡ് ബി സെയിം. രണ്ട് കൺക്ലൂഷനുള്ള എലിമെന്റ്സ് സെയിം ആയിരിക്കണം. എക്സ് പി. ഓക്കെ, ഓർഡർ മാറ്റർ ചെയ്യില്ല കേട്ടോ. രണ്ട് എലിമെന്റ്സ് സെയിം ആയിരിക്കണം, ഓർഡർ മാറ്റർ ചെയ്യില്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്, സൈൻ ഷുഡ് ബി ഓപ്പോസിറ്റ്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ പി ആണ്. ഓക്കെ, ഇവിടെയും എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പി ആണ്. അപ്പോൾ സൈൻസ് ഓപ്പോസിറ്റ് ആണോ? സൈൻസ് ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒന്നിൽ ഈക്വൽ ടു ഉണ്ടാവണം. ഇപ്പോൾ സൈൻ മാത്രം നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഗ്രേറ്റർ ദാൻ പി ആണ് ആൻഡ് എക്സ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. അപ്പോൾ ബേസിക്കലി സിമ്പിൾസ് എന്തല്ല, ഓപ്പോസിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ തേർഡ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഐദർ 1 or 2 ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ പറ്റുന്നുണ്ട്, ആദ്യത്തെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ മൂന്നാമത്തെ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഹെൻസ് ദിസ് കൺക്ലൂഷൻ ഇസ് ഫോൾസ്. അല്ല സോറി, ഈ കൺക്ലൂഷന്റെ ആൻസർ എന്താവും, നൈദർ 1 nor 2. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരുന്നെങ്കിൽ ഐദർ ഓർ ആവുമായിരുന്നു. ഇവിടെ നൈദർ നോർ ആണ് ആവുന്നത്. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് നോക്കാം, എ ടു ഇ എത്താൻ പറ്റും നോക്കുക. എ ടു ഇ എത്താൻ പറ്റുന്നുണ്ടോ? എ ടു ബി പറ്റും, പക്ഷേ ബി ടു സി പറ്റില്ല, പിന്നെ ഇവിടെയും പറ്റില്ല. സോ എ ടു ഇ എത്താൻ പറ്റില്ല, ദിസ് ഇസ് ഫോൾസ്. അടുത്ത് മൗത്ത് ഓപ്പൺ ഇയുടെ സൈഡിലോട്ടാണ്. ഇ ടു എ എത്താൻ പറ്റുന്നുണ്ടോ?
ഇ ടു എയും നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഈ കൺക്ലൂഷനും ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കൺക്ലൂഷനും ഫാൾസ് ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞില്ലേ കൺക്ലൂഷൻസ് രണ്ടും ഫാൾസ് ആയാൽ മാത്രമേ ഐദർ ഓർ നൈദർ നോറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ രണ്ട് കൺക്ലൂഷന്റെ കേസിൽ. മൾട്ടിപ്പിൾ കൺക്ലൂഷൻ വരുമ്പോൾ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് കൺക്ലൂഷൻസും ഫാൾസ് ആണ്. ഇനി നമുക്ക് മൂന്ന് കണ്ടീഷനും അപ്ലൈ ചെയ്യണം. പക്ഷേ ഏതിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യും? ഡയറക്റ്റ് റിലേഷൻഷിപ്പിന്റെ ആണോ ഇൻഡയറക്റ്റിന്റെ ആണോ? യെസ്, ഇവിടെ നമുക്ക് ഒരു പോയിന്റിന് അടുത്ത പോയിന്റിൽ എത്താൻ പറ്റില്ലല്ലോ. പറ്റാത്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അത് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇൻഡയറക്റ്റിന്റെ കണ്ടീഷനാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഡയറക്റ്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം, ആണല്ലോ. ഇനി എലിമെന്റ് സെയിം ആയിരിക്കണം, ആണല്ലോ. അടുത്ത മൂന്നാമത്തത് സയൻസ് ഓപ്പോസിറ്റ്. ഇവിടെ എ ഗ്രേറ്റർ ദൻ ബി ആണ്, ഇത് എ ലെസ് ദൻ ബി ആണ്. എന്നിട്ട് ഏതെങ്കിലും ഒന്നിൽ ഈക്വൽ ടു അറ്റാച്ച്ഡ് ആയിരിക്കണം. അപ്പോൾ ബേസിക്കലി ഇത് സയൻസ് ഓപ്പോസിറ്റ് തന്നെയാണ് ആൻഡ് ഒന്നിൽ ഈക്വൽ ടു അറ്റാച്ച്ഡും ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആൻസർ എന്താണ്? either 1 or 2 follows. I hope this point is clear. ഇനി ഞാൻ ഒരു ചെറിയൊരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ സപ്പോസ് ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വരുത്തി, ഇത് എഫ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ആൻഡ് ഇവിടെ ഇക്ക് പകരം ഇവിടെ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്ന്? ഞാൻ ഐദർ ഓർ എന്നെ കിടക്കും ഇപ്പോഴും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ വീണ്ടും എ ടു എഫ് എത്താൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ എത്താൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് എ ടു ഇ എത്താൻ പറ്റും നോക്കുമ്പോൾ എത്താൻ പറ്റില്ല, എ ടു എഫ് എത്താൻ പറ്റില്ല. അപ്പോൾ ഇൻഡയറക്റ്റ് കണ്ടീഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടും ഇൻഡിവിജ്വലി റോങ് ആണ്. എലിമെന്റ്സ് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എയും ഇയും എയും എഫും എലിമെന്റ്സ് ഡിഫറെന്റ് ആയിട്ട് തോന്നാം. പക്ഷേ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് എ ഇ ഈക്വൽ ടു എഫ് എന്നാണ്. ഇ ഈക്വൽ ടു എഫ് ആണെന്ന് വെച്ചാൽ ഇക്ക് പകരം എഫിനെ യൂസ് ചെയ്യാം, എഫിന് പകരം ഇ എന്ന് യൂസ് ചെയ്യാം. സോ അതും നമ്മൾ സെയിം എലിമെന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സോ ബേസിക്കലി ഇവിടെ ഇ ഓർ എഫ് അല്ലെങ്കിൽ എഫ് ഓർ ഇ എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. സോ അതും സെയിം എലിമെന്റ് ആയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യും. ഇത് എക്സാമിൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പിള്ളേർ പെട്ടെന്ന് കാണുമ്പോൾ ഡിഫറെന്റ് എലിമെന്റ്സ് എന്ന് വിചാരിച്ചിട്ട് അത് നൈദർ നോർ മാർക്ക് ചെയ്യും. പക്ഷേ അത് സെയിം തന്നെയാണ് എടുക്കേണ്ടത്. കാരണം ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇക്ക് പകരം ഇവിടെ എഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇത് രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും, പിന്നെ സയൻസിന്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. ഇതും ഐദർ ഓർ തന്നെയാണ്. ഇത് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്ലേസ് ചെയ്തിട്ട് അതിന് സെയിം കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഐദർ ഓർ കേസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ ഞാൻ ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ ഐദർ ഓർ കേസ് ഡിസ്കസ് ചെയ്യും. ആൻഡ് വിത്ത് ദാറ്റ് നമ്മൾ ഇനീക്വാളിറ്റീസിന്റെ ജനറൽ ഇനീക്വാളിറ്റീസിന്റെ എല്ലാ കൺസെപ്റ്റ്സും ഓക്കെ ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കോഡഡ് ഇനീക്വാളിറ്റീസും കൂടി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതും വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഡിസ്കസ് ദാറ്റ്. ഓക്കെ, സോ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയും മതി. വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് പാർട്ട് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.